ലോകത്ത് നൂഹ് നബി അലൈഹിസ്സലാം മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ പ്രവാചകന്മാരും ഈ ഒരു സന്ദേശമാണ് മനുഷ്യന്റെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. സൃഷ്ടാവായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, സൃഷ്ടികളെ ഒന്നിനെയും ആരാധിക്കാതിരിക്കുക. മനുഷ്യരായാലും കല്ലുകളായാലും ശില്പങ്ങളായാലും ഏതുതരം വസ്തുക്കളായിരുന്നാലും അവയൊക്കെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. അവയൊന്നും ആരാധനയ്ക്ക് അർഹരായ വസ്തുക്കളെയല്ല. ഈ അടിസ്ഥാനത്തിലാണ് അന്തിമ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പ്രബോധന പ്രവർത്തനങ്ങൾ ലോകത്ത് നിർവഹിച്ചത്. ഇസ്ലാമിക സന്ദേശം വളരെ വേഗത്തിൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും പ്രചരിക്കുകയുണ്ടായി. ലോകത്തിൻ്റെ ഏതാണ്ട് എല്ലാ ഭാഗത്തും ഇസ്ലാം വളരെ സൗഹാർദ്ദത്തിൻ്റെ ഭാവത്തിലാണ് കടന്നു ചെന്നിട്ടുള്ളത്. ഇസ്ലാമിക ആദർശം അതിനെ വിമർശിക്കുകയും എതിർക്കുകയും ചെയ്യുന്ന ഇതര മതവിഭാഗങ്ങളോട് ഏറെ സൗഹാർദ്ദത്തിലും സ്നേഹത്തിലുമാണ് കഴിഞ്ഞുകൂടിയിട്ടുള്ളത്. ഈ രാജ്യത്ത്, ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന എല്ലാ ആളുകളും ഇവിടെയുള്ള ഇതര മതവിഭാഗങ്ങളോട് നന്നായി പെരുമാറുകയും നന്നായി സഹവസിക്കുകയും ഇസ്ലാമിൻ്റെ സ്നേഹവും കാരുണ്യവും അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യേണ്ടത് ഈ നാട്ടിലെ ആളുകളുടെ ബാധ്യതയാണ്. ഞങ്ങൾ സൗദി അറേബ്യയിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളാണ്. സൗദി ഗവൺമെന്റ് ഈ രാജ്യത്ത് ഇസ്ലാമിൻ്റെ പ്രബോധനം ഉദ്ദേശിച്ചുകൊണ്ടും ഇതര മതവിഭാഗങ്ങൾക്ക് അവർക്കിടയിൽ നല്ല നിലയിലുള്ള സഹവർത്തനം നിലനിർത്താനും വേണ്ടി സ്ഥാപിച്ചിട്ടുള്ളതാണ് ഡയലോഗ് സെന്ററുകൾ. അതിൽ വിവിധ മതങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള സംവാദങ്ങളും ചർച്ചകളുമൊക്കെ നടക്കുന്നു. അങ്ങനെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും വളരെ സൗഹാർദ്ദത്തിലും സ്നേഹത്തിലും കഴിഞ്ഞുകൂടണമെന്നാണ് ഇസ്ലാം ആഗ്രഹിക്കുകയും അഭിലഷിക്കുകയും ചെയ്യുന്നതിന് അതിനുവേണ്ടിയുള്ള ഒരു മുദ്രാവാക്യമാണ് ഇസ്ലാമും മതവും മാനവികതയും എന്നത്. വളരെ ശ്രദ്ധേയമായൊരു കാര്യമാണ്. എനിക്ക് ഈ സദസ്സ് കാണുമ്പോൾ, വിശാലമായി കിടക്കുന്ന ഈ ജനസദസ്സ് കാണുമ്പോൾ എന്നെ ഓർമ്മിപ്പിക്കുന്നത് അറഫയിലുള്ള സംഗമമാണ്. സ്ത്രീ പുരുഷന്മാരും കുട്ടികളും അങ്ങനെ എല്ലാ തലങ്ങളിലുമുള്ള എല്ലാ മേഖലകളുമുള്ള ആബാലവൃദ്ധം ജനങ്ങളുടെ ഈ സംഗമം അറഫയാണ് എന്നെ ഓർമ്മിപ്പിക്കുന്നത്. ഇതുപോലൊരു സംഗമമാണ്, വിശാലമായ സംഗമമാണ് അവിടെയും നടക്കുന്നത്. ഈ ഒരു അവസരത്തിൽ എല്ലാവരോടും ഉണർത്താനുള്ളത് വഖൂലു ലിന്നാസി ഹുസ്നാ, മനുഷ്യരോടൊന്നാകെ നല്ലത് പറയുക. അവിടെ ജാതി മത വർഗ വ്യത്യാസങ്ങളില്ല. മനുഷ്യരെന്ന വാക്കാണ് വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ളത്. എല്ലാ മനുഷ്യർക്കും നന്മ വരുത്തുന്ന, നന്മ പറയുന്ന ആളുകളായി നിങ്ങൾ എല്ലാവരും ആ ഇതര മതവിഭാഗങ്ങളോട് സഹവർത്തിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് ഉണർത്താനുള്ളത്. ഞങ്ങളെ ഈ സൗദി അറേബ്യയിൽ നിന്ന് ഈ ഒരു വലിയ പരിപാടിയിലേക്ക് ക്ഷണിച്ചതിൽ എൻ്റെ കൂട്ടുകാർക്കും ഞങ്ങൾക്കുമൊക്കെയുള്ള അഗൈതവമായ നന്ദി നിങ്ങളെല്ലാവരെയും അറിയിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.